തിരുവനന്തപുരം നഗരത്തെ നടുക്കിയ കൊലപാതകമായിരുന്നു നന്ദൻകോട് കൂട്ടക്കൊലപാതകം. അതിൽ പ്രതി കേഡൽ ജെൻസൺ രാജയുടെ ശിക്ഷാവിധി ഇന്നാണ്. വഞ്ചിയൂർ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിക്കുക. കേഡൽ ജെൻസൺ രാജ കുറ്റക്കാരനാണെന്ന് കോടതി ഇന്നലെ കണ്ടെത്തിയിരുന്നു. പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. ഗോപാൽ ഷീല സനൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഗോപാൽ, വലിയ രീതിയിൽ നാടിനെ തന്നെ നടുക്കിയ ഒരു കൂട്ടക്കൊലപാതക വാർത്ത പുറത്തു വന്നു. അതിന് പിന്നാലെ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അത് ആസ്ട്രൽ പ്രൊജക്ഷനാണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പ്രതിക്ക് മാനസികാസ്വാസ്ഥ്യം ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ആ എല്ലാ പ്രതിബദ്ധങ്ങളും കടന്ന് കേസിൽ അവസാനം കേഡൽ ജെൻസൺ രാജ കുറ്റക്കാരനാണ് എന്ന് ഇന്നലെ കോടതി കണ്ടെത്തിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും 4 പേരെ ക്രൂരമായി കൊലപ്പെടുത്തിയതിന് വധശിക്ഷ നൽകണമെന്നുള്ള ആവശ്യം കൂടെ പ്രോസിക്യൂഷൻ നൽകിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ കോടതിയിൽ ശിക്ഷാവിധിന്മേലുള്ള വാദം, പിന്നീട് ശിക്ഷ പ്രഖ്യാപിക്കുക, എല്ലാം ഇന്ന് തന്നെ നടക്കുമോ ഗോപാൽ? അതെ ജിൽസി, ഇന്ന് തന്നെ കേരളിന് എന്ത് ശിക്ഷയാണ് നൽകുന്നത് എന്ന കാര്യം നമുക്കറിയാൻ സാധിക്കും. 2017 ഏപ്രിൽ 5, 6 തീയതികളിലാണ് സംസ്ഥാനത്തെയും തിരുവനന്തപുരം നഗരത്തെയും നടുക്കിയ നന്ദൻകോട് കൂട്ടക്കൊലപാതകം ഉണ്ടാകുന്നത്. ക്ലിഫ് ഹൗസിന് തൊട്ട് പരിസരത്തായിട്ടുള്ള ഒരു വീട്ടിലെ 4 പേർ, ഈ കേദൽ ജിൻസൺ രാജുവിടെ കുടുംബം തന്നെയാണ് അവർ. പിതാവ് രാജാ തങ്കം, മാതാവ് ജീൻ പത്മ, സഹോദരിയായിട്ടുള്ള കരോളിൻ, ബന്ധു ലളിതാമ്മ എന്നിവരെയാണ് കേദൽ വകവരുത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് അന്ന് പലതരത്തിലേക്കുള്ള ഊഹാപോഹങ്ങളും പലതരത്തിലേക്കുള്ള വാദങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതിലൊന്ന്, ഇത്തരത്തിൽ കേഡലിനോട് പിതാവായിട്ടുള്ള രാജാ തങ്കത്തിന് വലിയ അവഗണനയായിരുന്നുവെന്നും ആ അവഗണന സഹിക്കാൻ വയ്യാതെയാണ് കൊലപാതകത്തിലേക്ക് തിരിഞ്ഞതെന്നുമായിരുന്നു. മറ്റൊന്ന്, ഈ ആസ്ട്രൽ പ്രൊജക്ഷനുമായി ബന്ധപ്പെട്ട ഊഹാപോഹങ്ങളും ദുരൂഹതകളും എല്ലാം തന്നെ ഉയർന്നു വന്നിരുന്നു. ഇതിൽ പ്രധാനമായും കേദൽ വാദിച്ചത് തനിക്ക് മാനസികാരോഗ്യ പ്രശ്നം ഉണ്ട് എന്നും അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ചികിത്സകൾ തേടുന്നുണ്ട് എന്ന അടക്കമുള്ള കാര്യങ്ങളായിരുന്നു. പിന്നീട് മെഡിക്കൽ ബോർഡ് അടക്കം ചേരുകയും മെഡിക്കൽ ബോർഡ് ചേർന്ന് കേഡലിന്റെ മാനസികാരോഗ്യ നിലയിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അതേ തുടർന്നാണ് കഴിഞ്ഞ ഏപ്രിൽ 28 വാദം പൂർത്തിയാവുകയും വിധി പറയുന്നതിനായി മെയ് 6 തീയതിയിലേക്ക് മാറ്റിവെക്കുകയും ചെയ്തത്. മെയ് 6 തീയതി പിന്നീട് 8 തീയതിയിലേക്കും ഒടുവിൽ ഇന്നലെയിലേക്കും മാറ്റിവെക്കുകയായിരുന്നു. ഇന്നലെയായിരുന്നു കോടതി ഇയാൾ കുറ്റക്കാരനാണ് എന്ന കാര്യം സ്ഥിരീകരിക്കുന്നത്. ശിക്ഷ വിധിക്കുന്നതിന് വേണ്ടി ഇന്ന് രാവിലെ 11 മണിയിലേക്ക് കേസ് മാറ്റിവെക്കുകയും ചെയ്തു. ഇനി ശിക്ഷാവിധിന്മേലുള്ള വാദമാണ് പൂർത്തിയാകാനുള്ളത്. പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത് വധശിക്ഷ തന്നെയാണ്. കാരണം അപൂർവമായ കേസാണെന്നും പ്രതി അതിക്രൂരമായിട്ടാണ് ഈ കൃത്യം നിർവഹിച്ചതെന്നുമാണ് ഈ പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട വാദം പൂർത്തിയായ ശേഷം രാവിലെ 11 മണിയോടുകൂടി വഞ്ചിയൂർ അഡീഷണൽ സെഷൻസ് കോടതി 6ലെ ജഡ്ജായിട്ടുള്ള കെ വിഷ്ണു ഇതുമായി ബന്ധപ്പെട്ട വിധി പ്രസ്താവിക്കും. എന്തായാലും ഇന്ന് 11 മണിയോടുകൂടെ തന്നെ പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ച ഒരു വധശിക്ഷയിലേക്ക് പോകുമോ കോടതി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ടറിയാം. കാരണം അത്രയും ക്രൂരമായ കൊലപാതകം നടത്തി അതിൽ പ്രതി കുറ്റക്കാരനാണെന്ന് തെളിയിക്കുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും ഒരു പരമാവധി ശിക്ഷ തന്നെ പ്രതിക്ക് ലഭിക്കുമെന്ന് പ്രോസിക്യൂഷനും പറയുന്നുണ്ട്. എന്തായാലും അതെന്തായിരിക്കും എന്നൊക്കെ നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാമെന്നുള്ളതാണ്. ഇടവേളയിൽ